അപ്പോൾ +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായി എന്നാണ് സ്റ്റേറ്റ് സ്റ്റുഡൻസ് പറയുന്നത്, എൻട്രൻസ് ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇതിന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കീമിൻ്റെ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്, മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ചാനൽ എനിക്കുണ്ട്. അതിലിപ്പോൾ കറൻ്റ്ലി ബിടെക് വീഡിയോസാണ് പോകുന്നത്. നിങ്ങൾ ആ ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കീമിൻ്റെ വീഡിയോസ് കഴിഞ്ഞ വർഷമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം സെപ്പറേറ്റ് കീമിനായിട്ട് ഒരു ചാനൽ തുടങ്ങുകയാണ്, ബിടെക്കും കീമും കൂടി മിക്സ് ആവാതിരിക്കാം. നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആവും നിങ്ങൾ +2 കഴിഞ്ഞ എൻട്രൻസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് എന്തിനാണ്, +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് ചാനൽ വഴികൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയുന്നത്, ഈ വീഡിയോ പാരൻസിനും കൂടി കാണാം. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നിങ്ങൾ കമ്പാരിസൺ നടത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ നിങ്ങൾ എന്ത് ചെയ്യാണ്, CBSE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, CBSE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചോദ്യ പേപ്പർ വളരെ ഈസിയാണെന്ന് ഞാൻ പറയുള്ളൂ. കമ്പയർഡ് ടു CBSE ഓർ ICSE, ആ സ്റ്റുഡൻസിന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും, ഇത് എളുപ്പമാണ്. നേരെ മറിച്ച് നിങ്ങളൊരു സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഒരു കുട്ടീനോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് വരും, ഇത് വളരെ ടഫാണ്. അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല എന്ന് ആദ്യം പാരൻസ് ആയാലും ആ സ്റ്റുഡൻസ് ആയാലും ഒക്കെ മനസ്സിലാക്കുക. കുട്ടിയുടെ കുഴപ്പം, കാരണം സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ആ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്സ്, അതേപോലെ തന്നെ നിങ്ങൾ പോകുന്ന ക്ലാസ് ട്യൂഷൻസിലൊക്കെ പഠിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആ ലെവലായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് പറയുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർഡ് ടു +2 സ്റ്റേറ്റ് സ്റ്റുഡൻസ് ഇത് ഡിഫിക്കൽട്ടാണ്. ഇതൊരു എൻട്രൻസ് ലെവൽ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് അവകാശപ്പെടാൻ പറ്റില്ല. അതിന് കാരണം എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ്, ഇതിനേക്കാളും ബുദ്ധിമുട്ടായി, ഭയങ്കര ടഫല്ല, ഇതിനേക്കാളും ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ CBSE പിള്ളേരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് CBSE പിള്ളേർക്ക് പറയാൻ പറ്റും, ICSEക്കും അതേ പറയാനുള്ളൂ. കാരണം CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം 2020 ഞാൻ +2 എഴുതിയിട്ടുണ്ടായിരുന്നു ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം CBSE സ്റ്റുഡൻസ് പഠിക്കുന്നത് ആ ഒരു ലെവലിലായിരിക്കും, സ്റ്റേറ്റ് സ്റ്റുഡൻസ് അവരുടെ എക്സ്പെക്റ്റേഷൻ ഈ ലെവലിലേക്ക്. അപ്പം നമുക്കിതിന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് സിലബസിൻ്റെ ക്വസ്റ്റ്യൻ, അവർക്ക് കൊടുത്ത ക്ലാസ്സസും അവരുടെ പാറ്റേണും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. അവരെ കുറ്റം പറയാം, പെട്ടെന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ഇത് +1 പിള്ളേർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കൂടി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ ഓക്കെ, ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ, ഇപ്പോൾ JEE ഉണ്ട്, ഇനി അതിനുശേഷം നിങ്ങൾക്കിപ്പം JEE കീം നീറ്റൊക്കെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും നിങ്ങൾക്ക് പോയിട്ട് പറയാൻ പറ്റില്ല ടഫ് ഈസി എന്നൊന്നും. കാരണം അവിടെ അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൺസെപ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വൃത്തിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ NCERT എന്നുള്ള സിലബസ് തന്നെയാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട റൂളാണ്, അടുത്ത എക്സാമിന് ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ തന്നെ എന്ത് ചെയ്യുക, +1 സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിപ്പെൻഡ് ചെയ്തു. എസ്പെഷ്യലി ഇതിപ്പോൾ എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ് ഉണ്ട്. പക്ഷേ കാരണം അവർക്ക് വേണമെങ്കിൽ പാറ്റേൺ ഒറ്റയടിക്ക് മാറ്റി, നിങ്ങൾ പല കുട്ടികളും, ഇപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കുട്ടികളുടെ കാര്യം ഞാൻ പറയട്ടെ, അവരെന്ത് ചെയ്യും, 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചിട്ട് പോകും, 5 വർഷത്തെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ മാത്രം പഠിച്ചിട്ട് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, അവർ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഒരൊറ്റ ചേഞ്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റാത്തയാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, NCERT പുസ്തകം, ഓക്കെ, ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യാണ് NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എസ്പെഷ്യലി ഫോർ കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ അങ്ങനത്തെ സബ്ജക്റ്റുകൾ NCERT പുസ്തകത്തിൽ നിന്ന് ഒരു ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ച പേപ്പറിൽ തന്നെ NCERTനെ പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. NCERT പക്കാ NCERT ബേസ്ഡാണ്. അത്യാവശ്യം നിങ്ങൾ NCERT, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമല്ല, NCERT ആണ് നിങ്ങൾ പഠിച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ ഒരു 45 ഒക്കെ എന്തായാലും മിനിമം. NCERT ഫുള്ള് പഠിക്കാമെന്നല്ല, അത്യാവശ്യം NCERT സ്ട്രോങ് ആയിട്ട് പഠിച്ച ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇത് നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാറ്റേണും നിങ്ങളുടെ പ്രീവിയസ് ഇയറും
പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സും കാര്യങ്ങളും റിവിഷൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത് ഈ ഒരു മോഡലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മോഡൽ എക്സ്പെക്ട് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ വേറെ ഏതോ മോഡൽ എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ഈ ലെവലിലോട്ട് നിങ്ങളുടെ ടീച്ചേഴ്സും സ്കൂൾ മാനേജ്മെൻറ്റിനൊക്കെ നേരത്തെ ഇൻഫോർമേഷൻ കൊടുത്ത് ആ ലെവലിലോട്ട് പഠിപ്പിക്കുക. അപ്പോൾ CBSEൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെന്നുള്ള കാര്യം ഇറ്റ്സ് വി നോ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം CBSE ടഫ്. അപ്പോൾ നമ്മൾ ആ ലെവലിലോട്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തത്. നിങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു ലെവലിലേക്ക് തൊട്ട് താഴെ, അപ്പോൾ നിങ്ങൾ ഈ ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അവരിട്ട ചോദ്യ പേപ്പർ ഈ ലെവലാണ്. അപ്പോൾ ഈ ലെവലിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ സർപ്രൈസ് ആയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എൻ്റെ ഒരു ഓണസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക CBSE സ്റ്റേറ്റ് ICSE. അപ്പം നിങ്ങൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ കണ്ടൻസ് ഞാൻ ചെയ്യുന്നതായിരിക്കും, 100% യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. സോ നിങ്ങളെ +2 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എൻട്രൻസിലേക്കായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു കോച്ചിങ് ചേർന്നാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ഫ്രം എ കീം ആസ്പിറൻറ്റ് ഫ്രം 2021 ആൻഡ് ഐ എം കറൻ്റ്ലി സ്റ്റഡിങ് ഇൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലാണ്. അപ്പം താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.